ഏറ്റവും പുതിയ എപ്പിസോഡിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ സോനയും ലൊലീറ്റയും തമ്മിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും ഗുരുതരമായിട്ട് തന്നെ പോകുന്നു എന്നുള്ളതാണ്. സോനയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ക ബി മെറ്റീരിയൽ തന്നെയാണ്. എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ടുള്ള ഒരു ഗെയിമാണ് കളിക്കുന്നത്. ഇപ്പോൾ പുതിയ എപ്പിസോഡിൽ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇതുവരെയുള്ള ടോപ്പ് 12-ൽ നിന്ന് ഹീറോ എന്ന് തോന്നുന്ന ഒരാളെയും അതുപോലെ തന്നെ വില്ലൻ എന്ന് തോന്നുന്ന ഒരാളെയും ചൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഹീറോ എന്ന് തോന്നുന്ന ആൾക്ക് ഒരു കണ്ണറ വെച്ചു കൊടുക്കണം, സ്പെക്ക് വെച്ചു കൊടുക്കണം. വില്ലൻ എന്ന് തോന്നുന്ന ആളുടെ മുഖത്ത് ഒരു പൊട്ട് തൊടണം. ഇതാണ് ടാസ്ക്. സോ സോനയുടെ ആ ഒരു അവസരം വന്ന സമയത്ത് സോന വില്ലത്തിയായിട്ട് ലൊലീറ്റയെ വിളിക്കുന്നു, നായിക അല്ലെങ്കിൽ നായകനായിട്ട് ഷിബിനെ വിളിക്കുന്നു. സോ ഈ ലൊലീറ്റയെ കുറിച്ച് ഇവർ പറഞ്ഞത് ഇവിടുത്തെ ഏറ്റവും വീക്കായിട്ടുള്ള തന്റെ വില്ലനാണ്. സ്ട്രോങ് ആയിട്ടുള്ള വില്ലന്മാരൊക്കെ വേറെ ഉണ്ട്, പക്ഷെ താൻ ആദ്യം വീക്കായിട്ടുള്ള വില്ലനെയാണ് ചൂസ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് താൻ സംസാരിച്ചത്. ജഡ്ജസ് എന്ന് പറഞ്ഞാൽ ഇത്തവണ ഈ സമയത്ത് ജഡ്ജസ് ഭയങ്കര നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഇവർ ഒന്നും അങ്ങനെ വെറുതെ വിട്ടുകളയത്തില്ല, എല്ലാത്തിലും കയറി പിടിക്കും. സോ അവർ ചോദിച്ചു, ഇവിടെ വിളിക്കാൻ പറഞ്ഞത് ഈ ഒരു ഷോയ്ക്കകത്ത് നിങ്ങൾക്ക് തോന്നുന്ന സ്ട്രോങ് ആയിട്ടുള്ള വില്ലനെയാണ് വിളിക്കാൻ പറഞ്ഞത്, നായകന്റെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന വില്ലൻ. അപ്പൊ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ഏറ്റവും വീക്കായിട്ടുള്ള വില്ലൻ എന്ന് പറയുമ്പോൾ അതെങ്ങനെ ശരിയാകും എന്ന് പറഞ്ഞിട്ട് ജഡ്ജസ് സോനയെ നന്നായിട്ട് കുടയുന്നുണ്ട്. ശരിക്കും നിങ്ങളിപ്പോൾ ആരെയാണ് വില്ലനായിട്ട് കാണുന്നതെന്ന് ചോദിച്ചപ്പോൾ എൽദോ എന്നാണ് സോന മറുപടി പറഞ്ഞത്. അതിന്റെ പേരിലും സോനയെ നന്നായിട്ട് ജഡ്ജസ് എടുത്ത് കുടയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ജഡ്ജസ് പറയുന്നത് സോനയ്ക്ക് ലൊലീറ്റയോട് അസൂയാണോ ഈഗോയാണോ ഇങ്ങനെ ഓരോന്നായിട്ടെടുത്ത് ചോദിച്ചിട്ട് ശരിക്കും സോനയെ ജഡ്ജസ് കൊടുക്കുന്നതാണ് നമ്മളവിടെ കാണുന്നത്. എന്ന് വെച്ചാൽ അനാവശ്യമായ വള്ളി സോന കയറി പിടിച്ചതുപോലെയാണ് തോന്നിയത്. ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള വില്ലനായിട്ട് തനിക്ക് തോന്നുന്നത് ലൊലീറ്റ ആണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞായിരുന്നു. സോ അത് പറയാൻ ഈ പറഞ്ഞ പോലെ ആൾക്ക് മടിയുണ്ട്. പിന്നെ ലൊലീറ്റ അവിടെ രാകേഷ്, ഷിബുലാൽ ഇവരെയൊക്കെ വെച്ചിട്ട് ഒരു പെങ്ങൾ സ്ട്രാറ്റജി ഉപയോഗിക്കുന്നു എന്ന് സോന പറയുന്നു. ശ്യാമും സോനയും ചേർന്നിട്ട് അമ്മ മകൻ സ്ട്രാറ്റജിയാണെന്ന് ലൊലീറ്റ തിരിച്ചടിക്കുന്നു. അങ്ങനെ ഇവർ തമ്മിലുള്ള ഒരു സ്ട്രാറ്റജിയും ഫൈറ്റും ഒക്കെ ഈ ഒരു അഗ്നിപരീക്ഷയിൽ കൂടുതൽ തീവ്രമായിട്ട് പോകുന്നതാണ് ഈ കഴിഞ്ഞ ഏറ്റവും പുതിയ എപ്പിസോഡിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഇന്ന് രാത്രിയിൽ ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്ന എപ്പിസോഡിൽ. സോ നമുക്ക് നോക്കാം, എന്തായാലും ഈ ഒരു അഗ്നിപരീക്ഷ തീരുന്നതിനിടയിൽ കാര്യമായ അടികളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം.